ഹല്ലേലൂയ. ശാപത്തിൻ്റെ വാക്കിലൂടെ പൈശാചിക അരൂപികളാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മക്കൾക്കെതിരെ ഒരു ശാപവാക്ക് പറഞ്ഞാൽ ആ ശാപവാക്കിൻ്റെ മേൽ പിശാച പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുക, എൻ്റെ മോനെ നിന്നെ അനുഗ്രഹിക്കുക, എൻ്റെ മോളെ നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിങ്ങൾ ശപിക്കുക, നീ എവിടെ പോയാലും മുടിഞ്ഞു പോകത്തുള്ളൂ, ശരിയാവത്തില്ല. ഒരപ്പനോ അമ്മയോ പറഞ്ഞാൽ അത് ഉറപ്പാണ്, പിശാചവനെ തീർക്കും കൊണ്ടുപോയി. പറയുന്നത് ഒരിക്കലും ശാപവാക്കൾ മക്കൾക്കെതിരെ പറയാനായിട്ട് ഒരിക്കലും പാടില്ല. അത് വളരെ സൂക്ഷിക്കണം. അത് നിരന്തരം ഭർത്താവിൻ്റെ അമ്മയുടെ ശാപവാക്ക് കേട്ട് മടുത്ത ഈ പെണ്ണ്, ഞാൻ പറഞ്ഞു മോളെ ഒന്നും വിഷമിക്കണ്ട, ഞാനോ ഒരു ഡെലിവറൻസിന് പ്രാർത്ഥിച്ചു. അമ്മയുടെ ശാപവാക്കിൻ്റെ ബന്ധനങ്ങളെ മുഴുവൻ തകർത്ത് ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞിട്ട് പോയി 2 മാസം കഴിഞ്ഞപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ധ്യാനിക്കാൻ വന്നപ്പോൾ എന്നെ ഇവർ കാണാൻ വന്നിട്ട് പറയണം, ബ്രദറെ ഇവൻ ഉറച്ച തീരുമാനമായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ചെന്നു, ഒരു വീട് അവൻ വാടകയ്ക്കെടുത്ത്, വീട്ടിലൊന്നും അറിഞ്ഞില്ല, വീടൊക്കെ വാടകയ്ക്കെടുത്ത് എല്ലാം സെറ്റപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു നീ വീട്ടിൽ നിന്ന് മാറുന്നിട്ട് അപ്പനോട് അമ്മയോട് ക്ഷമ ചോദിച്ചിട്ട് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അപ്പൻ്റെ അമ്മയോടേക്ക് ചെന്ന് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നു ക്ഷമിക്കണം, 2 ക്ഷമ ചോദിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ താമസം മാറുകയാണ്, അനിയന്മാരുണ്ടല്ലോ, ഞാൻ തൽക്കാലം മാറുക എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. അവരെന്ത് പറയാനൊക്കും? അവൻ മിടുക്കൻ നട്ടലുള്ള ആണായിരുന്നു. അവന് താമസം മാറി. ഇതേ 3 മാസം കഴിഞ്ഞ് വരുമ്പോൾ അവൾ ഗർഭിണിയാണ്. ഹല്ലേലൂയ. ഒരു വർഷം കഴിഞ്ഞ് കുഞ്ഞിനെയായിട്ട് അന്ന് പാമ്പാടിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. കാരണം അന്ന് അവൾക്ക് ഡെലിവറൻസ് കർത്താവ് കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ശാപവാക്കുകൾ പറയരുത്, ശാപവാക്കളുടെ ബന്ധനങ്ങൾ വരും. ഇനി മറ്റൊന്ന്, നമുക്കെതിരെ നമ്മൾ പറയുന്ന ശാപവാക്കുകൾ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് വയ്യ, ഈ നടുവേദന ഒരിക്കലും മാറത്തില്ല, ഞാൻ എന്തിനിറങ്ങിയാലും അത് പൊളിഞ്ഞു പോകും, എൻ്റെ ബിസിനസ് ശരിയാവത്തില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, അതുപോലെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ നാവ് നിങ്ങളെ ബന്ധനത്തിലാക്കും. നിങ്ങളുടെ നാവിലൂടെ പോയ നെഗറ്റീവ് വാക്ക് നിങ്ങളെ കെട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് നെഗറ്റീവ് വാക്കുകൾ നാവിൽ നിന്ന് പോകരുത്, പറയരുത്. ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുമെന്നേ, എന്നെക്കൊണ്ട് പറ്റും, കർത്താവ് എന്നെ സഹായിക്കും, നടക്കും എന്ന് നിങ്ങൾ പറയാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് സാധിക്കും, എനിക്ക് സാധിക്കും, ഐ ആം വിക്ടോറിയസ്, ഞാൻ വിജയാളിയാണ്. ഹല്ലേലൂയ. ഐ ആം ഹെൽത്തി, ഞാൻ ആരോഗ്യമുള്ളവനാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ പോസിറ്റീവായിരിക്കണം. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് ദൈവം വഴികൾ തുറന്നു തരും, ഞാൻ തകർന്നു പോകത്തില്ല, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും, കടബാധ്യത മാറും, ജോലി കിട്ടും. ഹല്ലേലൂയ. ഇത് പറയാവുള്ളൂ. ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. ഡോക്ടറല്ലല്ലോ തീരുമാനിക്കുന്നത്, ഇവിടെ തീരുമാനിക്കുന്നത് യേശുവാണ്. ലാസ്റ്റ് വേർഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ വാക്കാണ്, യേശു എന്ന വ്യക്തിയാണ് അവസാന വാക്ക്. അവൻ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. യേശു പറഞ്ഞോ അത് നടക്കും. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതും മെഡിക്കൽ സയൻസൊക്കെ അവരുടെ അറിവിൻ്റെ തലത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ ഏറ്റെടുക്കരുത്. ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കരുത്. നമ്മൾ വചനം വിശ്വസിക്കുക, യേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണ്ട് സ്വയം പറഞ്ഞ് നിങ്ങളെ തന്നെ ബന്ധനത്തിൽ ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തിരിച്ചു പറയണം. നിങ്ങൾ എന്ത് നെഗറ്റീവ് പറഞ്ഞോ അത് നിങ്ങൾ തിരിച്ചു പറയണം. പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ടുകളൊക്കെ അഴിയും. ഹല്ലേലൂയ. ഈ കെട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അദൃശ്യമായ ചങ്ങലകളാട്ടോ, അദൃശ്യ ചങ്ങലകളാണ്, കാണാൻ പറ്റുന്നില്ല, പക്ഷെ ബന്ധിക്കപ്പെടുകയാണ്. അദൃശ്യ ചങ്ങലകളാൽ പിശാച് ബന്ധിക്കുന്ന വഴികളാണ് ആ മേഖലകളൊക്കെ. ഉണ്ടോ? അപ്പോൾ തവളയെക്കുറിച്ച് നമ്മൾ കേട്ടു. കണ്ട വചനം കൃത്യമായിട്ടുണ്ട്. അടയാളങ്ങളെ കാണിക്കുന്ന പൈശാചിക ആത്മാക്കളാണ് ഇവയെല്ലാം. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വചനങ്ങൾ. വെളിപാട് 12-ന്റെ 7-8 വചനങ്ങൾ. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പം എന്ന് പറഞ്ഞാൽ ലൂസിഫർ, ആദിമാതാപിതാക്കളെ പറ്റിച്ച പിശാചുകളുടെ തലവൻ പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. അതാണെന്ന് നമ്മൾ വായിച്ചില്ലേ? യെശയ്യാ കണ്ടു, വെട്ടി തറയിലേക്ക് എറിയപ്പെട്ടു. അവർ മൊത്തം ഭൂമിയിലേക്ക് വലിച്ച് എറിയപ്പെട്ടു. അതോടെ സ്വർഗത്തിൽ അവർക്കിടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. ഹല്ലേലൂയ. അപ്പം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്.
പിശാചും അവൻ്റെ ദൂതന്മാരും ലോകത്തിന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഏതാനും മാസം മുമ്പ് ഒരു സിസ്റ്റർ തൻ്റെ ആങ്ങളെയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ധ്യാനം കൂടുകയാണ്. ആങ്ങളയ്ക്ക് ഒരു 40-40 വയസ്സുണ്ട്. ആങ്ങളയ്ക്ക് ഒറ്റ ചിന്തയുള്ളൂ, ആത്മഹത്യ ചെയ്യണം, മരിക്കണം. ഞാനിവരുടെ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മെസ്സേജ്, ഇവരുടെ കുടുംബങ്ങളിൽ വേറെയും ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ വല്യപ്പൻ ആത്മഹത്യ ചെയ്തതാണ്. മൊത്തം പറഞ്ഞു വന്നപ്പോൾ അവിടെ കുടുംബത്തിൽ 12 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ 12 ആത്മഹത്യ നടത്തുന്നുണ്ട്. അവരുടെ ബന്ധു കുടുംബത്തിലും പലതുമായിട്ട്. ഈ ആങ്ങളയുടെ, ഈ സിസ്റ്റർ ആങ്ങളുടെ മൂത്ത ആങ്ങളെയും ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തുടരെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ആത്മഹത്യ നടക്കുന്നത്? അതായത് ഇതൊരു സ്പിരിറ്റാണ്. ആത്മഹത്യയുടെ ആ ഒരു ഇതിലേക്ക് നയിക്കുന്ന ഒരു സ്പിരിറ്റ്, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു ആത്മാവാണത്. ഈ ആത്മാവ് ഇപ്പം ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പേന നിങ്ങൾക്ക് കാണാം, ഇതൊരു വ്യക്തിയാണ് ചിന്തിക്കുക. വ്യക്തിയുടെ പേര് എക്സ് എന്ന പേര്. ഈ വ്യക്തിയിൽ വ്യത്യസ്തമായ അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട്. മദ്യപാനത്തിൻ്റെ ആസക്തി, വ്യഭിചാരത്തിൻ്റെ ആസക്തി, പാപകരമായ ജീവിതം എല്ലാം ഉണ്ട്. കണ്ണിൻ്റെ ആസക്തി കൊടുക്കുന്ന ദുരാത്മാവൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി പാപത്തിൽ ജീവിച്ച വ്യക്തി അവസാനം ജീവിതം മടുത്തു, ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു. ആ ഒരു സ്പിരിറ്റ് പ്രവേശിച്ചു, ആത്മഹത്യ ജീവിതം അവസാനിച്ചു, മരിച്ചു. ആൾ മരിച്ചു കിടക്കുന്നു. ഇത് ബോഡിയാണ്. ഈ ബോഡിയിൽ പ്രവർത്തിച്ചിരുന്ന അരൂപികൾ എവിടെ പോയി? ഈ മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന, ലാസ്റ്റ് ആത്മഹത്യയിലെത്തിച്ച ആ പിശാചുക്കൾ എവിടെ പോയി? പറയാമോ എവിടെ പോയി? ഇത് ഈ ബോഡിയിൽ നിന്ന് വിട്ടാൽ ആദ്യം പ്രവേശിക്കാൻ നോക്കുന്നത് ഇവരുടെ കുടുംബത്തിലുള്ള ആരിലേക്കെങ്കിലുമാണ് ഈ ആത്മാവ് പ്രവേശിക്കാൻ നോക്കുന്നത്. കുടുംബാംഗങ്ങളിൽ ആരിലേക്കെങ്കിലും വിടവുണ്ടെങ്കിൽ കയറും. അല്ലെ ഈ വ്യക്തി ഏത് അരൂപിയാണോ ആ അരൂപി അങ്ങനെ പ്രവേശിക്കുകയാണ്. വ്യക്തമായോ? ആയി. അതാണ് ഈ ഒരു കുടുംബത്തിന് 14 പേരുടെ ആത്മഹത്യ ഒരു കുടുംബത്തിൽ, അവരുടെ കുടുംബത്തിൽ നടന്ന സംഭവം. ഞാൻ ഈ മനുഷ്യന് വേണ്ടി നെറ്റിയിൽ കുരിശൊക്കെ വരച്ചിട്ട് ബന്ധിച്ച്, ആത്മഹത്യയുടെ അരൂപിയെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ആൾ അഭിഷേകത്തിൽ താഴെ പോയി കുറച്ചു നേരം അവിടെ കിടന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ പറഞ്ഞു, ബ്രദറെ, എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഇറങ്ങിപ്പോയി, എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി എന്ന് ആ മകന് സാക്ഷ്യപ്പെടുത്തി. വിടുതലായി, ആത്മഹത്യ ചെയ്തിട്ടില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഒരു വ്യക്തിയിൽ ആണ് സ്വാധീനം ചെലുത്തുന്നത്. അത് ഈ ഒരു അരൂപിക്ക് ഇരിക്കണമെങ്കിൽ ഒരു വ്യക്തി വേണം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്. മന്ത്രവാദം ചെയ്യുന്ന ഈ തകിട്, ഏലസ്, അങ്ങനെയുള്ള വസ്തുക്കൾ, അതിൽ തിന്മയുടെ അരൂപിയുടേതായ സ്വാധീനമുണ്ട്. അങ്ങനെയൊക്കെ പൈശാചികമായ പരിപാടികളൊക്കെ ഒത്തിരിയുണ്ട്. ഞാൻ അങ്ങോട്ടേക്കും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. തിന്മയുടെ അരൂപിയുടെ പ്രവർത്തനം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മൾ അടുക്കൽ കുമ്പസാരിക്കണം. അടുക്കൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുപോകും. നമ്മൾ സ്വതന്ത്രരാകും. ചിലർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, വൈരാഗ്യത്തിൻ്റെ ഒരു പ്രകൃതം, കണ്ണുകളുടെ ആസക്തി, ജഡികാസക്തി, മ്ലേച്ഛതകൾ. ചിലർക്ക് അമിതമായ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഭക്ഷണം കഴിക്കുക, അല്ലെ മദ്യപിക്കുക, ജഡിക പാപങ്ങൾ, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പിശാചുണ്ട്. ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ 2 വർഷങ്ങളിൽ കണ്ണൂർ രൂപത ബൈബിൾ കൺവെൻഷൻ നടത്തി. ആ 2ാമത്തെ കൺവെൻഷൻ നടത്തുമ്പോൾ രാവിലെ കൺവെൻഷൻ തുടങ്ങിയില്ല, സ്റ്റേജിൽ കൊന്ത നടക്കുന്നു. ഞാൻ ആരാധന പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി വന്ന് എൻ്റെ തോളിൽ തട്ടി. ഞാൻ മുട്ടൻ നിന്നിട്ട് എന്നോട്, ബ്രദറെ, ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞു. അത് ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് പറയത്തില്ല, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുന്നു മാത്രം. ആ ചേച്ചി, ഞാൻ ചേച്ചി എന്തായി? പുറകെ കാസരണ്ടി നമ്മൾ ഇരിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ ചേച്ചി എന്ത് പറ്റി ചേച്ചി? ബ്രദറെ, ജീവിതം മടുത്തു. ഞാൻ ചേച്ചി എന്താ കാര്യം? ഭർത്താവാണ് വിഷയം. ഭോഗാസക്തിക്ക് അടിമയായ മനുഷ്യൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ആ മനുഷ്യൻ്റെ ആ ജഡികാസക്തി. പുറത്ത് പറയാൻ കൊള്ളുകയില്ല. അതുപോലെ മദ്യപിക്കുന്ന ആളാണ്, പള്ളി പോവത്തില്ല, കുമ്പസാരിക്കത്തില്ല, ദൈവത്തെ ചീത്ത വിളിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ
നന്നായിട്ട് കഠിനാധ്വാനിയാണ്, പറമ്പ് പണിയെടുക്കും, അങ്ങനെ തിന്നു കുടിച്ച് ജീവിക്കുകയാണ്. ഈ സ്ത്രീയെ കഷ്ടപ്പെടുത്തുന്ന പറഞ്ഞാൽ അതുപോലെ ഭോഗാസക്തിക്ക് അടിമയായ ഒരു മനുഷ്യൻ്റെ ചരിത്രം. ഞാൻ പറഞ്ഞത് എനിക്കിത് ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ ഭയങ്കരമാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു വിവാഹബന്ധം പിരിഞ്ഞ ഒരു കേസ് എൻ്റെ അടുക്കൽ വന്നു. ആ സ്ത്രീയെക്കുറിച്ച് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ഒരു ലേഡിയുടെ ജീവിതം. അതുപോലെ തന്നെ ഒരു 60 വയസ്സുള്ള ഒരു ലേഡി മരുമോള് വന്ന് ഷെയർ ചെയ്ത ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിൻ്റെ അപ്പം നേരത്തെ മരിച്ചു പോയതാണ്. ആ 60 വയസ്സുള്ള സ്ത്രീ ചെറുപ്പക്കാരോടാണ് പോകുന്നത്. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ ഈ സ്ത്രീ വരുന്നത്. അങ്ങനെ ജീവിക്കുന്ന, കുത്തഴിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. 60 വയസ്സുണ്ട്. ശരിക്കും പൈശാചിക അരൂപികൾ ബന്ധിക്കപ്പെട്ട സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. നമുക്ക് പലതും ഓപ്പൺ ചെയ്ത് പറയാം. അതുപോലെ തിന്മയുടെ അരൂപിയുടെ പ്രവർത്തനങ്ങൾ വ്യക്തികളിൽ, സമൂഹത്തിലൊക്കെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതെന്താണ്? ശരിക്കും വ്യഭിചാരത്തിൻ്റെ ആത്മാവ്. ഹോസിയ 5:4. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല, അവർക്ക് കർത്താവിലേക്ക് മടങ്ങി വരാൻ പറ്റുന്നില്ല. കാരണം വ്യഭിചാരത്തിൻ്റെ ആത്മാവിലുണ്ട്. ഇനി ഈ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ ആത്മാവിനെ ബന്ധിച്ചു പുറത്താക്കാതെ ആ വ്യക്തിക്ക് ഡെലിവറൻസ് കിട്ടുന്നില്ല. അതായത് ആ വ്യക്തി കുമ്പസാരിക്കുന്നുണ്ട്, വീണ്ടും 1-2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ പാപം തന്നെ ചെയ്യുന്നു. എന്താ കാര്യം? കുമ്പസാരത്തിൽ പാപം ക്ഷമിക്കപ്പെടുന്നു, ഡെലിവറൻസ് നടക്കണം. ഈ പിശാചി വ്യഭിചാരത്തിൻ്റെ ആത്മാവ് വിട്ടുപോകണം. അത് വിട്ടുപോയെങ്കിലേ വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, ഹോമോസെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ കണ്ണുകടാസക്തി എല്ലാം വിട്ടുപോകണമെങ്കിൽ ഈ ഡെലിവറൻസിൻ്റെ പ്രെയർ കിട്ടണം. അല്ല, ഇതിന് ഗിഫ്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ആ മേഖലയിൽ ആത്മാവിനെ മനസ്സിലാക്കി ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് വിടുതലുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ പാപത്തിൽ വീണ്ടുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണ് മനുഷ്യൻ പെട്ടുപോകുന്നത്. അപ്പോൾ ഡെലിവറൻസ് വളരെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഡെലിവറൻസ് കിട്ടേണ്ട ഒരു മേഖലയാണ് ജഡികാസക്തിയുടെ മേഖല. മറ്റൊന്ന് അവിശ്വാസത്തിൻ്റെ സ്പിരിറ്റ്, അൺഫെയ്ത്തിൻ്റെ ആ ഒരു സ്പിരിറ്റാണ്. വിശ്വാസമില്ല. അനേകം യുവതിവാക്കന്മാർക്ക് വിശ്വാസമില്ല, സയൻസാണ്, ദൈവമില്ല എന്നൊക്കെ പറയുന്നത് ധാരാളമുണ്ട്. ആ ഒരു സ്പിരിറ്റ്. മറ്റൊന്ന് ഭിന്നതയുടെ സ്പിരിറ്റ്, അത് ഞാൻ പറഞ്ഞ. പിന്നെ സഭയിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റുണ്ട്. സഭയെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈവിൾ സ്പിരിറ്റിൻ്റെ ശക്തമായ പ്രവർത്തനമുണ്ട്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു, മീഡിയയിലൂടെ ഒക്കെ പ്രവർത്തിക്കുന്ന, സഭയെ എങ്ങനെ തകർക്കണം അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന സഭാ വിരുദ്ധതയുടെ ദുരാത്മാക്കളുണ്ട്. അതിന് ശക്തമാണ് പ്രവർത്തിക്കുന്നുണ്ട്. സഭാ വിരുദ്ധതയുടെ ദുരാത്മാവ് അനേക വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നു. അത് മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തമായ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഈ അരൂപികളെ നമുക്ക് ബന്ധിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിന് പ്രാർത്ഥന വേണം, ഉപവാസം വേണം, വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക് വന്നെങ്കിലേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഏതാനും അരൂപികളെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ വചനങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വേണം ആവശ്യക്കാരെ കുറിച്ച് എത്തുകൊള്ളുക. അന്തരീക്ഷ ശക്തികൾ, എഫേസോസ് 2:1-2. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ അന്ന് ഈ ലോകത്തിൻ്റെ ഗതിയിൽ നിന്ന് അനുസരണക്കേടിൻ്റെ മക്കൾ, അതായത് ദൈവവചനം, ദൈവത്തിൻ്റെ കൽപ്പനയെല്ലാം ധിക്കരിക്കുന്നവർ, അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ. അരൂപിയായ അന്തരീക്ഷ ശക്തികൾ. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ചില ലൊക്കേഷനിൽ ശരിക്കും ചില അരൂപിയുടെ പ്രവർത്തനമുണ്ട്. അത് വ്യക്തികളെ സ്വാധീനിക്കും, കുടുംബങ്ങളെ സ്വാധീനിക്കും, മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ ശരിക്കും ഈ ഈവിൾ സ്പിരിറ്റിൻ്റെ സ്വാധീനമുണ്ട്. അന്തരീക്ഷ ശക്തിയുടെ അധീശന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരിക്കൽ അഡിലാമത് രൂപതയിൽ ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെ ഞാനും പ്രിൻസ് പിതാവും കൂടി 8ഓളം ബൈബിൾ കൺവെൻഷൻ നിർത്തിയിട്ടുണ്ട്. ഒരിക്കൽ അച്ഛന്മാരോട് ഞാനിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡാണ്, ഇങ്ങനെ കണ്ണെത്താ ദൂരം. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വണ്ടി നിർത്തി, വണ്ടി ഒതുക്കി. അച്ഛന്മാർ പറഞ്ഞു ആ ഒരു സ്ഥലത്ത്
നിരന്തരമായിട്ട് രാത്രിയും പകലൊക്കെ വാഹനാപകടം നടക്കും. ആ ഒരു പോയിന്റിൽ തന്നെ 200-ലധികം പേര് മരിച്ചിട്ടുണ്ട്. ആ ഒറ്റ പോയിന്റിൽ തന്നെ 200-ലധികം പേര് അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട്. അതെങ്ങനെ നടക്കുന്നത്? നടക്കും. അത് ആ സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ വണ്ടി മറിയും, വിട്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി മറിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ ഹൈ റേഞ്ചിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ കൺവെൻഷൻ്റെ 2-ാമത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് പോയി ഒരു ഓട്ടോറിക്ഷ ഒരു സ്ഥലത്ത് മറിഞ്ഞു. ചെറിയ പരിക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സംഘാടകരെന്ന് പറഞ്ഞു, ബ്രദറെ ആ സ്ഥലത്ത് പലപ്പോഴും വണ്ടികൾ മറിയുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ആ ടാറിംഗ് റോഡിൽ നിന്ന് ശരിക്ക് ബന്ധിച്ച് ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്നു. പിന്നീട് ഒരു വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ധ്യാനത്തിൽ വന്നിട്ട് ചോദിച്ചു, പിന്നെ അവിടെ അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അവിടെ അപകടം ഉണ്ടായിട്ടില്ല ആ സ്പോട്ടിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും പൈശാചിക അരൂപികൾക്ക് വ്യക്തികളുടെ രൂപമെടുക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പല എക്സ്പീരിയൻസും എനിക്കുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു 2-3 വർഷം മുമ്പ് അറ്റ്ലാന്റയിൽ അമേരിക്കയിൽ ഒരു ധ്യാനം നടക്കുക. ഞാൻ താമസിക്കുന്ന വീട്, അച്ഛൻ പറഞ്ഞു എനിക്കൊരു വീട് താമസിക്കാൻ മേടിച്ചിട്ടുണ്ട്, അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, വേറെ ആരുമില്ല, നല്ല സൗകര്യമാണെന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത തോന്നി, വല്ലാത്തൊരു അസ്വസ്ഥത. മൊത്തത്തിൽ ആ വീടൊക്കെ നോക്കിയിട്ട് ആകെ ഒരു ഈ എന്നെ കൊണ്ടുപോകാൻ വന്നൊരു വാടകയ്ക്ക് താമസിക്കുന്നില്ല. അപ്പോൾ അതിന് മുൻപ് താമസിച്ച ഫാമിലി അവർ വേറെ വീടൊക്കെ എടുത്ത് താമസിക്കുന്നു. ഞാനന്ന് എനിക്ക് തന്ന മുറി നല്ല മുറിയാണ് കേട്ടോ, നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനൊന്ന് പ്രാർത്ഥിച്ച് കിടന്നു. ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ സമീപം ആരോ വന്നു നിൽക്കുന്നൊരു ഫീലിങ്. ആരോ അവിടെ നിൽപ്പുണ്ട്. ഞാൻ എണീറ്റു, കൊന്തയൊക്കെ ചൊല്ലി സ്തുതിച്ചൊക്കെ കുറേ നേരം പ്രാർത്ഥിച്ചു. നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഒരു വ്യക്തി നിൽക്കുന്നൊരു ഫീലിംഗ്, ഇങ്ങനെ നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നൊരു ഫീലിംഗ് നമുക്കറിയാം. ബന്ധിച്ചൊക്കെ പറഞ്ഞു. ശരിക്കും ഒരു 2-3 ദിവസം ഭയങ്കര അസ്വസ്ഥയായിരുന്നു ആ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ ജീവിച്ച ഫാമിലിയെക്കുറിച്ച് അന്വേഷിച്ചു. ഭർത്താവ് ഭാര്യയെ ഡിവോഴ്സ് ചെയ്താണ്. ആ ഭർത്താവ് മറ്റനേകം സ്ത്രീകളുമായിട്ടുള്ള പാപകരമായ ബന്ധമുണ്ട്, മദ്യപാനിയാണ്, ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരു വളരെ മ്ലേച്ഛത ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അവൻ ശരിക്കും ആ വീട്ടിൽ പ്രാർത്ഥനയില്ല, ഒന്നില്ല, അങ്ങനെ തിന്മയെ ജീവിച്ച ഒരു കുടുംബം. അവിടെ തിന്മയുടെ സ്വാധീനം അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും ചില വീടുകളും ചില വ്യക്തികളൊക്കെ പൈശാചിക അരൂപിയുടെ സ്വാധീനത്തിലാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരു ആത്മീയ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.